പ്രിയ മേഡം, രാശിക്കാരെ, ഇന്ന് നിങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിലായിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കും. ഈ കാര്യത്തിൽ സ്വയം ആനന്ദിക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക. കുറച്ച് അതുല്യമായ ആഭരണങ്ങൾ ചേർക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് എല്ലാവരുടെയും കണ്ണുകൾ നിങ്ങളിലാണെന്ന് നിങ്ങൾക്ക് തോന്നും. ചർമ്മത്തിലെ ആരോഗ്യകരമായ തിളക്കം ശക്തമായ ആത്മാഭിമാനത്തിൽ നിന്നാണ് വരുന്നത്. അതിനാൽ നിങ്ങളുടെ എല്ലാ മനോഹരമായ സ്വഭാവങ്ങളെയും ഓർമ്മിപ്പിക്കുക. കൂടാതെ ചന്ദ്രൻ ധനു രാശിയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളോടൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളോടൊപ്പം നല്ല സമയം ചെലവഴിക്കുക. നിങ്ങളിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ സമയം ഭാഗ്യകരമാണ്. കൂടാതെ കടും ചുവപ്പ് നിറം ധരിക്കുന്നത് നല്ല ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം ശനി നിങ്ങളുടെ ജാതകത്തിൽ ശക്തമായതിനാൽ ചില ജ്യോതിഷപരമായ പ്രതിവിധികൾ ധരിക്കുന്നത് അല്ലെങ്കിൽ ചില വസ്തുക്കൾ സൂക്ഷിക്കുന്നത് മറഞ്ഞിരിക്കുന്ന തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, ചന്ദ്രൻ ധനു രാശിയിൽ കൂടുതൽ ശക്തനായതിനാൽ നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒരു മികച്ച അവസരമാണിത്. ഇന്ന് നിങ്ങൾക്ക് നെറ്റ പ്രിയപ്പെട്ടവരുമായി ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങളെ മാനിക്കാനും ശ്രമിക്കുക. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള വൈകാരിക അടുപ്പം നിങ്ങളുടെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാനും വളർത്താനും സഹായിക്കുമെന്നാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൂടുതൽ നല്ല പ്രചോദനം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഊർജം പകരാൻ ഇന്ന് നിങ്ങൾക്ക് നീല നിറത്തിലുള്ള ഏതെങ്കിലും വസ്ത്രം തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ ഷെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇന്നിത് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള സമയമാണ്. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സാന്നിധ്യം നിങ്ങളുടെ ജാതകത്തിലെ വൈകാരിക സന്തുലിതാവസ്ഥയെ വെല്ലുവിളിച്ചേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് ഒരു വിശ്രമിക്കുന്ന ഇടവേള എടുക്കുന്നത് സമാധാനവും സ്നേഹവും നിറഞ്ഞ ഊർജം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ്. പ്രിയ മിഥുനം രാശിക്കാരെ, ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളിൽ ചിലർക്ക് നിരാശയും തോന്നിയേക്കാം. ഇത് നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ കാരണം ആകാം. കൂടാതെ ആളുകളിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്നത് സാധാരണയായി വിപരീത ഫലങ്ങൾ നൽകുന്നു എന്ന് ഓർമ്മിക്കുക. എപ്പോഴും അല്പം ഉദാരമായിരിക്കുമ്പോൾ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ കുറ്റമറ്റവരായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നതും സ്വയം പൂർണ്ണരാകാൻ ആഗ്രഹിക്കുന്നതും കൂടുതൽ നിരാശയിലേക്ക് മാത്രമേ നയിക്കൂ. രാവിലെ 11 മണി 15 മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് 1 മണി 15 മിനിറ്റ് വരെയുള്ള കമള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം നീലയാണ്. ഈ വർഷം വ്യാഴം വികാസത്തെ സ്വാധീനിക്കുന്നതിനാൽ പുതിയ സമ്പത്ത് ആകർഷിക്കാൻ ചില പ്രത്യേക വസ്തുക്കൾ വെക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു. പ്രതിവിധി: വ്യക്തതയ്ക്കായി ധ്യാനിക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. പ്രിയ കർക്കടകം രാശിക്കാരെ, ഇന്ന് ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി യോജിക്കുന്നില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ചില മേഖലകളെക്കുറിച്ച് നിങ്ങൾക്ക് അല്പം വിഷാദം തോന്നിയേക്കാം. എന്നാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഇന്ന് പകൽ സ്വപ്നം കാണാൻ നിങ്ങൾ ഭയപ്പെടരുത്. ദിവസാവസാനം ആ സ്വപ്നങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനാവാത്തതാണെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനും കടമകൾ നിർവഹിക്കുന്നതിനും നിങ്ങൾ ജോലിയിൽ കൂടുതൽ ചിട്ടയായ സമീപനം സ്വീകരിക്കും. ഉയർന്ന ലക്ഷ്യം വെക്കുക. ഇന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ഒന്നിനും കഴിയില്ല. ധരിക്കുമ്പോൾ വയലറ്റ് നിറം ധാരാളം നല്ല ഊർജം ആകർഷിക്കും. വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ഈ വർഷം വ്യാഴം ആത്മവളർച്ചയെ വർദ്ധിപ്പിക്കുന്നതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ ഹൃദയത്തെ മൃദുവാക്കാനും ആന്തരിക മൂടൽമഞ്ഞ് നീക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളെ കാണുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ചന്ദ്രൻ ധനുരാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ
നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ടെന്ന് നിങ്ങൾ കാണും. നിങ്ങൾക്ക് നല്ലതും സന്തോഷകരവുമായ മാനസികാവസ്ഥ ഉണ്ടാകും. അത് നിങ്ങളുടെ ജോലിയെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സഹായിക്കും. പുതിയ അവസരങ്ങളും സാധ്യതകളും നിങ്ങളുടെ വഴിയിൽ വരും. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളോട് പറയുന്നത് ഇവ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. കാരണം അവ നിങ്ങളുടെ കരിയറിന് പ്രയോജനകരമാകും. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര പോകേണ്ടി വന്നേക്കാം. അത് വിജയകരമാക്കാൻ മുൻകൂട്ടി തയ്യാറെടുക്കുക. വൈകുന്നേരം 4:45 മുതൽ വൈകുന്നേരം 6:15 വരെയുള്ള സമയം പ്രധാനപ്പെട്ട മീറ്റിംഗുകളും പരിപാടികളും ക്രമീകരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇന്ന് വെള്ള നിറം ധരിക്കുക, കാരണം അത് ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനത്തെ ചെറുക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഒരു പുസ്തകം വായിക്കുന്നത് ഒരു പ്രതിവിധിയായി നിർദ്ദേശിക്കുന്നു. പ്രിയ കന്നി രാശിക്കാരെ, താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഇന്ന് കുടുംബത്തിൽ ശാന്തതയും ഐക്യവും ഉണ്ടാകും. ഇന്ന് ചന്ദ്രൻ ധനു രാശിയിലാണ്. ഇത് നിങ്ങൾക്ക് അനുകൂലമായി തോന്നുന്നു. ഇതിന്റെ നല്ല സ്വാധീനം നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ കുടുംബത്തിന് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ കഴിയും. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കാൻ സാധിക്കും. മറ്റുള്ളവരുമായി നിങ്ങൾ ചെലവഴിക്കുന്ന സമയം വൈകാരികമായി നിങ്ങളെ നിലനിർത്തും. അതിനാൽ കാലക്രമേണ കൂടുതൽ ശക്തവും നിലനിൽക്കുന്നതുമായ ബന്ധങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ സത്യസന്ധമായും തുറന്നു സംസാരിച്ചാൽ വിശ്വാസം വളരും. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ടർക്കോയിസ് ധരിക്കുക. അത് നിങ്ങളുടെ ഭാഗ്യ നിറമാണ്. പ്രധാനപ്പെട്ട ജോലികൾ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പൂർത്തിയാക്കണം. ശനി സംബന്ധമായ തടസ്സങ്ങൾക്കായി നീലക്കല്ല് അല്ലെങ്കിൽ ശനിയന്ത്രം ക്ഷമയും അച്ചടക്കവും ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുക. പ്രതിവിധി: ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ധനുരാശിയിൽ ചന്ദ്രൻ സ്ഥിരമായതിനാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് എടുത്തുചാടാനുള്ള പ്രവണത ഉണ്ടാകാം. ഇത് അല്പം വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം. അതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കുറ്റബോധമില്ലാതെ മുന്നോട്ടു പോകാൻ നിങ്ങളെ സാക്ഷ്യാംപം. കൂടാതെ അനാവശ്യ ഭാരങ്ങൾ ഒഴിവാക്കി പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയം നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയമായി കണക്കാക്കപ്പെടുന്നു. തവിട്ട് നിറം ധരിക്കുന്നത് നല്ല കോസ്മിക് വൈബ്രേഷനുകൾ ആകർഷിക്കാൻ നിങ്ങളെ സഹായിക്കും. ശനിഗ്രഹത്തിന്റെ നിയന്ത്രിത ഫലങ്ങളെ സന്തുലിതമാക്കാൻ ഒരു ഉചിതമായ രത്നം ധരിച്ചോ അല്ലെങ്കിൽ അടുത്തുവെച്ചോ പ്രതിവിധി ചെയ്യുക. പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ക്ഷമ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ പൊട്ടിത്തെറിക്കാനുള്ള ഏതൊരു പ്രേരണയും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളോടൊപ്പമാണെങ്കിൽ. ഇന്ന് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇന്ന് രാത്രി ഒരു സാമൂഹിക ഒത്തുചേരലിൽ പങ്കെടുക്കാൻ നിങ്ങൾ പദ്ധതിയിടുകയാണെങ്കിൽ അത് നിങ്ങളെ ഊർജ്ജസ്വലരാക്കുന്നതിന് പകരം ശാന്തമാക്കാൻ അനുവദിക്കുക. ഇന്ന് വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. പർപ്പിൾ നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. ഈ വർഷം ശനി നിങ്ങളുടെ വൈകാരിക വളർച്ചയെ രൂപപ്പെടുത്തുന്നതിനാൽ ഒരു റോഡോണൈറ്റ് പെൻഡന്റ് ധരിക്കുന്നത് അല്ലെങ്കിൽ റോസ് ക്വാർട്സ് ടംബിൾ സൂക്ഷിക്കുന്നത് ശാന്തമായ ധാരണ നൽകും. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. ഒരു നല്ല ദിവസം മുന്നിലുണ്ട്. ധനു രാശിയുടെ ദൈനംദിന ജാതകം സൂചിപ്പിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസവും സ്വയം നല്ലതും തോന്നും എന്നാണ്. ചന്ദ്രൻ ധനു രാശിയിൽ സ്ഥാനം പിടിക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും നിങ്ങൾക്ക് അംഗീകാരത്താൽ ആദരിക്കപ്പെടുകയും ധാരാളം അഭിനന്ദനങ്ങൾ ലഭിക്കുകയും ചെയ്യും. ധനുരാശിക്കാരെ, നിങ്ങളുടെ കരിയറിലെ ഈ ഘട്ടത്തിൽ എത്താൻ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിനാൽ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് ഇന്ന് നിങ്ങളുടെ നേട്ടങ്ങളുടെ മഹത്വത്തിൽ ആനന്ദിക്കുക എന്നാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും.
വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം, കാരണം ഈ സമയം വളരെ ശുഭകരമാണ്. പ്രിയ ധനുരാശിക്കാരെ, ഈ പുതുവർഷം ആവേശത്തോടെ ആരംഭിക്കുക. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഭാഗ്യം ഉയർത്തുന്നതിനാൽ വേഗതയ്ക്കായി ഒരു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. പ്രതിവിധി: നന്ദി പരിശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും കേൾക്കുന്നവരോട് വ്യക്തമായി പ്രകടിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ധനുരാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ആശയവിനിമയത്തിന്റെ വ്യക്തത ശ്രദ്ധിക്കണമെന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. നിങ്ങളുടെ എല്ലാ നല്ല ആശയങ്ങളും കേൾക്കുന്നവരിലേക്ക് എത്തില്ല. നിങ്ങൾ അവ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ മറ്റൊരാൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വ്യക്തമായി ആശയവിനിമയം നടത്താൻ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ശ്രമങ്ങൾ ഭാവിയിലെ തെറ്റിദ്ധാരണകളും നിരാശകളും ഒഴിവാക്കും. നീലക്കല്ല് നീല നിറം ധരിച്ച് പോസിറ്റീവ് ഊർജം ആകർഷിക്കുക. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അനുയോജ്യമായ സമയമാണ്. ഈ വർഷം രാഹു നിങ്ങളുടെ ദിനചര്യകളെ തടസ്സപ്പെടുത്തുന്നതിനാൽ ആന്തരിക സ്ഥിരത ശക്തിപ്പെടുത്താൻ ചില പ്രതിവിധികൾ സഹായിക്കും. പ്രതിവിധി: സമ്മർദ്ദകരമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ധനു രാശിയിലാണ്. വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമുള്ളവർക്ക് ഇന്ന് അവരുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള ദിവസമായിരിക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ ഉപദേശിക്കുന്നു. കാരണം എപ്പോൾ അതിഥികൾ വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങളുടെ ദയയ്ക്കും ആതിഥ്യമര്യാദയ്ക്കും പ്രതിഫലമായി നിങ്ങൾക്ക് വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കാൻ ക്ഷണം ലഭിച്ചേക്കാം. അതിനാൽ 2 സാഹചര്യങ്ങൾക്കും നിങ്ങൾ തയ്യാറായിരിക്കണം. ഒന്നുകിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചില ബന്ധുക്കളുടെ വീട്ടിൽ പോകേണ്ടി വരും, ശനി ഊർജങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ സ്ഥലത്ത് നിലനിൽക്കുന്ന പ്രതിബദ്ധതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ചന്ദ്രൻ ധനുരാശിയിൽ പ്രവേശിക്കുന്നതിനാൽ ഇന്ന് സന്തോഷകരമായ ദിവസമായിരിക്കും. നിങ്ങളുടെ ബൗദ്ധികമായ കാര്യങ്ങളിലും മാനസിക വിഷയങ്ങളിലും ഇന്ന് ഉൽപ്പാദനക്ഷമമായ ദിവസമായിരിക്കും. ഇത് ജോലിസ്ഥലത്ത് സഹായകമാകും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിച്ച് ദിവസം അവസാനിക്കാൻ സാധ്യതയുണ്ട്. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ഇന്ന് നിങ്ങൾ ചുവപ്പ് നിറം ധരിക്കണം. രാവിലെ 10 മണി മുതൽ 11 മണി വരെ തീരുമാനങ്ങൾ എടുക്കാനും ദിവസത്തെ ലക്ഷ്യങ്ങൾ ക്രമീകരിക്കാനും ഏറ്റവും നല്ല സമയമാണ്. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനത്തിൽ സന്തുലിതാവസ്ഥയ്ക്കായി എന്തെങ്കിലും ധരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് സൂക്ഷിക്കുക. പ്രതിവിധി: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.